ഇന്ന് നമ്മൾ മാനസാന്തരമില്ലാത്ത അനുതാപത്തെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത്. മാനസാന്തരമില്ലാത്ത അനുതാപം. അനുദപിക്കുന്നത് നല്ലതാണ്. എനിക്കൊരു കുടുംബത്തിൻ്റെ ഒരു കഥ ഓർമ്മ വരുന്നു. ഈ കുടുംബത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വഴക്കാം. ഹസ്ബൻഡും വൈഫുമായിട്ട് എപ്പോഴും വഴക്കാം. വീട്ടിൽ തർക്കം, ഒരു മിനിറ്റ് ഇരിക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാം. അപ്പോൾ ആലയത്തിൽ പോകുന്നതിന് മുമ്പ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുമ്പോൾ പറയും, നീ എന്നോടൊന്നും പറയല്ലേ, ഇപ്പം നമ്മുടെ പള്ളിയിൽ പോവാ, എൻ്റെ മൂഡൊന്നും ഓഫാക്കല്ല എന്ന് പറയും. അങ്ങനെ പള്ളിയിൽ പോയിട്ട് ആരാധനയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇരിക്കുമ്പോൾ ചോദിക്കും, എടി നീ രാവിലെ ഇന്ന് പറഞ്ഞത് എന്തുവാ എന്ന് പറഞ്ഞിട്ട് പിന്നെയും വഴക്ക് തുടങ്ങും. എൻ്റെ ചോദ്യം, എന്താണ് നമ്മൾ പള്ളി ചെയ്യുന്നത്? എന്താണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഒരു ആഹാരം കഴിച്ചാൽ നമുക്കൊന്ന് വിശപ്പ് മാറുന്ന പോലെ നമ്മൾ പ്രസംഗം കേട്ട് നമ്മളെ പാട്ടുകൾ പാടി നമുക്കൊരു രൂപാന്തരം വരുന്നില്ലെങ്കിൽ ആ പ്രസംഗത്തിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ പാടിയ പാട്ടിനെന്താ അർത്ഥം? ഇന്ന് ചോദിക്കുന്നത്, മാനസാന്തരമില്ലാത്ത അനുതാപത്തിന് എന്താ അർത്ഥം? തെറ്റു ചെയ്തു, പാപിയാണെന്ന് വീണ്ടും വീണ്ടും പറയും. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ഇത് വേറെ ആരും പാടിയ പാട്ടല്ല കേട്ടോ. ഇത് ഞാൻ 1989 മുമ്പ് പാടിയ പാട്ടുകളായതൊക്കെ. സ്കൂളിൽ പഠിച്ചപ്പോഴും പാട്ട് പാടിയിട്ടുണ്ട്. ഈ പാട്ട് തന്നെ, ദുഃഖവെള്ളിയാഴ്ച. ആ പാടുമ്പോഴൊക്കെ എൻ്റെ ഹൃദയം അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടാണ് പാടുന്നത്. പാപത്തെ സ്നേഹിപ്പാൻ, കണ്ണുനീരോടൊക്കെ ആയിരിക്കും പാടുന്നത്. ഞാനിനി പോകുമോയാ, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. പാടിയിട്ടുണ്ട്. പക്ഷേ ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞു, പിന്നെയും കഥ മാറി. ആ പാട്ടുകൾക്ക് ഒരു അർത്ഥമില്ലാതെ പോയി. ഇന്നത്തെ ചോദ്യം, എന്തായിരുന്നു ആ പാട്ടിൻ്റെ അർത്ഥം? എന്തായിരുന്നു? ഞാനത് എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ പാപങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ. ഞാൻ ഇന്ന് രണ്ട് വ്യക്തികളുടെ പാപത്തോടുള്ള പ്രതികരണവും അനുതാപത്തോടുള്ള പ്രതികരണവുമാണ്. രണ്ടുപേരും പാപം ചെയ്തു, രണ്ടുപേരും അനുദപിച്ചു. പക്ഷേ അനുതാപത്തിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു, അനുദപിക്കുന്നതിൻ്റെ മെത്തേഡ് വ്യത്യാസമുണ്ടായിരുന്നു. നമുക്ക് ദാവീദിൻ്റെ കഥ അറിയാമല്ലോ. ദാവീദ് വളരെ ദൈവത്തെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു. ദാവീദിനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞ് 17-ാമത്തെ അധ്യായത്തിൽ ദാവീദ് ഗൊലിയാത്തുമായിട്ട് യുദ്ധം ചെയ്തു. ദാവീദിനൊരു സാക്ഷ്യമുണ്ടായിരുന്നു. ദാവീദിന്റെ ജീവിതത്തിന് ഭയങ്കര റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ഭൂതങ്ങൾ ഇറങ്ങിപ്പോകുന്ന ഒരു അഭിഷേകം, ഒരു ഭയങ്കരമായ ആത്മീക നിലയിൽ ദാവീദിനെ ഉയർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ 1 ശമൂവേലിന്റെ 17 എല്ലാം കഴിഞ്ഞിട്ട് ശൗലിനെ ഇവൻ നശിപ്പിക്കുവാനായിട്ടുള്ളതായ, കൊല്ലുവാനായിട്ടുള്ളതായ അവസരം കിട്ടിയെങ്കിലും ദാവീദ് അതിന് തുനിഞ്ഞില്ല. ദാവീദ് പറഞ്ഞു, ഞാൻ ആരാണ് ഈ അഭിഷക്തനെ തൊടുവാനും അഭിഷക്തന്റെ ജീവിതം നശിപ്പിക്കുവാനും എന്ന് ദാവീദ് പറഞ്ഞു. നല്ല ദാവീദ്, ദൈവത്തെ സ്നേഹിക്കുന്നതായ ദാവീദ്, വളരെയധികം സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നതായ ദാവീദ്, ഒരു ദിവസം 2 ശമൂവേലിന്റെ 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ദാവീദ് വളരെ പാപത്തിൽ മുഴുകി, ചിന്തയിൽ മുഴുകി, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ വളരെ അധികം ചെയ്തു, പാപം ചെയ്തു. ഒരു പ്രവാചകനെ ദൈവം അയച്ചു. നേഥൻ ദാവീദിന്റെ മുമ്പിൽ പോയിട്ട് ഒരു നല്ല സുന്ദരമായ ഒരു കഥ പറയുകയാണ്. 2 ശമൂവേലിന്റെ 12-ാമത്തെ അധ്യായത്തിൽ ഒരു നല്ല ഒരു കഥ. ദാവീദ് ആ കഥയെല്ലാം കേട്ട് കഴിഞ്ഞ് ദാവീദ് പറഞ്ഞു, 6-ാമത്തെ വാക്യത്തിൽ, അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചത് കൊണ്ട് ആ ആടിനു വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം എന്ന് പറഞ്ഞു. മറ്റുള്ളവരുടെ പാപം, മറ്റുള്ളവരുടെ കുറവ് കേൾക്കുമ്പം അവനെ ശിക്ഷിക്കണം, അവനെ ശരിക്കും ഡീല് ചെയ്യണമെന്ന് പറയും. പക്ഷേ ആ ചെയ്ത തെറ്റ് നമ്മളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇവിടെ നേഥൻ പറയുകയാണ് ദാവീദിനോട്, ആ മനുഷ്യൻ നീ തന്നെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഹീസ് റിമൈൻഡിങ്, ദൈവം ഓർപ്പിക്കുകയാണ്, നീ എവിടെ നിന്നാണ് വന്നത്,
നീ എന്താ ഇങ്ങനെ പറ്റിയത്? ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗൃഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യമാരെയും തന്നു. ഇതെല്ലാം തന്നല്ലോ. ഇത് പോരായിരുന്നുവെങ്കിൽ നീ ഒന്ന് ചോദിച്ചതായിരുന്നെങ്കിൽ ഞാൻ തരത്തില്ലായിരുന്നോ? നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ഒരു ഫ്രസ്ട്രേറ്റിംഗ് ക്വസ്റ്റ്യനാ. എന്റെ ദാവീദേ, ഞാൻ നിന്നെ എത്ര അഭിഷേകം ചെയ്തു, നിന്നെ എത്ര അനുഗ്രഹിച്ചു, നിന്റെ ജീവിതത്തിൽ എത്ര സാക്ഷ്യമുണ്ട് ദാവീദേ. എന്താ നിനക്കിങ്ങനെ സംഭവിച്ചത്? നിനക്കൊരു കൺട്രോൾ ഇല്ലായിരുന്നോ? നിനക്കെന്താ ഇത് ചെയ്യേണ്ടി വന്നത്? നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തത് എന്തിന്? ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്ത് അവനെ അമോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. ഇതെല്ലാം എന്തിനാ ചെയ്തത് ദാവീദ്? നിനക്കറിയത്തില്ലായിരുന്നു. ഒരു സ്റ്റെപ്പിൽ നീ തെറ്റ് ചെയ്തു. നീ ശരിക്കും നിന്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന ജീവിതം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സമയത്ത് നിന്റെ തെറ്റുകൾ ചെയ്യുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന സമയത്ത് നീ ഒന്ന് പ്രാർത്ഥിച്ചോ, നീ എന്നോടൊന്ന് ചോദിച്ചോ, എന്റെ ശക്തിയെ നീ ആഗ്രഹിച്ചോ. നീ എന്നെ നിരസിച്ചു. ദൈവത്തിന്റെ ആ വിധി നോക്കണം. നീ എന്നെ നിരസിച്ചു. ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ ഒട്ടും വിട്ടുമാറുകയില്ല. വളരെ ടഫ് പാസേജ് ആണ്. നീ ഇത് രഹസ്യത്തിൽ ചെയ്തു. 12ാമത്തെ വാക്യം, ഞാനോ ഈ കാര്യം ഇസ്രായേൽ ഒക്കെയും കാണുകെ സൂര്യന്റെ വെട്ടത്തു തന്നെ ചെയ്യും. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോ പൂച്ച വിചാരിക്കുന്നത് ആരും കാണുന്നില്ലെന്ന്. പക്ഷെ പൂച്ചയ്ക്ക് അറിയത്തില്ല, പൂച്ചയുടെ മാത്രം കണ്ണടച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരുടെയും കണ്ണ് തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾക്കൊരു തോന്നൽ വരുന്നുണ്ട്, ഞാൻ ചെയ്യിച്ചു, ഞാൻ പാപം ചെയ്തു, ആർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ വരുന്ന നാളുകളിൽ നമ്മുടെ പാപത്തെ വെളിച്ചത്തിലോട്ട് ദൈവം കൊണ്ടുവരും. ഒരു പക്ഷേ ഈ ജീവിതത്തിൽ അല്ലെങ്കിലും നാളെ ഒരു ദിവസം ആ ന്യായ ദിവസത്തിൽ, ആ ജഡ്ജ്മെന്റ് ഡേയിൽ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവത്തിന് എല്ലാ പാപത്തിന്റെയും ഉത്തരം പറയേണ്ടി വരും. ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും വാക്കുകൾക്കും ചെയ്ത പ്രവൃത്തികൾക്കും എല്ലാത്തിനും ഒരു വിധിയുണ്ട്. എന്റെ ടോപ്പിക്ക് മാനസാന്തരമില്ലാത്ത അനുതാപം. ദാവീദ് പറയുകയാണ് 13ാമത്തെ വാക്യത്തിൽ, ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. ദാവീദ് നാഥാനോട് പറയുന്നത് ഇങ്ങനെയാ, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. യഹോവയോട്, എൻ്റെ അപ്പുറത്തെയും ഇപ്പുറത്തെയും ആൾക്കാരോട് മാത്രമല്ല, ഏറ്റവും ആദ്യം നമ്മൾ പാപം ചെയ്യുന്നത് ദൈവത്തോടാ. ഹല്ലേലൂയ. ഒരാളെ ദുഷിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പാപം ദൈവത്തോടാ. ആ വ്യക്തിയെ നമ്മൾ ദുഷിക്കുന്നു, ആ വ്യക്തിയെ നമ്മൾ വിഷമിപ്പിക്കുന്നു, ആ വ്യക്തിയുടെ പേര് മോശമാക്കുന്നുവെങ്കിലും ഏറ്റവും ആദ്യം ദൈവത്തിന്റെ സൃഷ്ടിയെ തൊട്ട് കളിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. The Lord has also put away your sin. Put away your sin. നീ മരിക്കയില്ല. നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റി നിന്നെ ഒന്ന് ഓർപ്പിച്ചു, നീ ആ തെറ്റുകൾ ഏറ്റുപറയുകയാണ്. I have sinned against God. I have sinned against God. ഞാൻ പാപം ചെയ്തു. നല്ലതാ. ദാവീദ് പാപം ചെയ്തു. ദാവീദ് അനുതപിച്ചു. ബ്യൂട്ടിഫുൾ ടെസ്റ്റിമണിയാണ് ദാവീദിന്റെ. പിന്നെ നമ്മൾ 2ാമത്തെ വ്യക്തിയുടെ കഥയിലോട്ട് പോകാം. ദാവീദിന് അഭിഷേകമുണ്ടായിരുന്നു. ദാവീദിന് ദൈവവുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഈ 1 ശമൂവേലിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ദാവീദിന് മുമ്പേ ഉണ്ടായിരുന്ന രാജാവായിരുന്നു ശൗല്. ശൗല് ഒരു അഭിഷക്തനായിരുന്നു. ശൗല് ഒരു പ്രവാചകനായിരുന്നു. ശൗലിനെ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ്. ശൗല് വളരെ സക്സസ്ഫുൾ ആയ ഒരു രാജാവായിരുന്നു. ശൗല് പതുക്കെ ഒരു ലെവലിൽ എത്തുമ്പോൾ ശൗലിനൊരു അഹങ്കാരം വന്നു. ശൗലിനൊരു പ്രൈഡ് വന്നു. ശൗലിന് ദൈവമായിട്ടുള്ളതായ റിലേഷൻഷിപ്പ് കുറഞ്ഞിരിക്കുമായിരിക്കും. ശൗല് സ്വന്തം യുക്തി കൊണ്ട് ചിന്തിക്കുവാൻ തുടങ്ങി. ശൗല് സ്വന്തം ബുദ്ധി ഉപയോഗിക്കുവാൻ തുടങ്ങി. അങ്ങനെ 1 ശമൂവേലിന്റെ 15ാമത്തെ അധ്യായത്തില് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ശൗലിനോട് പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ ശൗല് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. 15ാമത്തെ അധ്യായത്തിന്റെ 10ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായത് എന്തെന്നാൽ, എന്താണ് ശമൂവേലിനുണ്ടായ ആ അരുളപ്പാട്? ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. ദാവീദിന്റെ കഥ പറഞ്ഞ പോലെ ദൈവം തിരിഞ്ഞു നോക്കുകയാണ്. ഈ വ്യക്തിയെ ഞാനാണ് രാജാവാക്കിയത്.
എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഹി ഹാസ് നോട്ട് ഹേർഡ് മീ, ഹി ഹാസ് നോട്ട് ഒബേഡ് മൈ കമാൻഡ്മെന്റ്സ്, ഹി ഹാസ് നോട്ട് പെർഫോംഡ് മൈ കമാൻഡ്മെന്റ്സ്. ഇതിങ്കൽ ശമൂവേലിന് വ്യസനമായി. അവൻ രാത്രി മുഴുവനും യഹോവയോട് നിലവിളിച്ചു. ഈ പ്രവാചകൻ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. എന്നിട്ട് ശൗൽ ഇങ്ങനെയാണ് പറയുന്നത്: ശമൂവേൽ ശൗലിനെ എതിരേൽപ്പാൻ അതികാലത്ത് എഴുന്നേറ്റപ്പോൾ ശൗൽ കർമ്മേലിൽ എത്തിയെന്നും ഒരു ജ്ഞാപക സ്തംഭം നാട്ടി ഘോഷയാത്ര കഴിച്ച് തിരിഞ്ഞ് ഗിൽഗാലിലേക്ക് പോയി എന്നും ശമൂവേലിന് അറിവ് കിട്ടി. പിന്നെ ശമൂവേൽ ശൗലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിവർത്തിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതിന് ശമൂവേൽ, എന്റെ ചെവിയിൽ എത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കുറയും എന്ത് എന്ന് ചോദിച്ചു. അവയെ അമാലേക്കരുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും മേത്തരമായവയെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോടെ സൂക്ഷിച്ചു. ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു എന്ന് ശൗൽ പറഞ്ഞു. നീ വളരെ സാധാരണ മനുഷ്യനായിരുന്നപ്പോൾ നിന്നെ ഇത്രമാത്രം ദൈവം അനുഗ്രഹിച്ചില്ലേ? 17-ാമത്തെ വാക്യത്തിൽ. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവം പറഞ്ഞ എന്താണ്? ഗോ ആൻഡ് അട്ടർലി ഡിസ്ട്രോയ് ദ സിന്നേഴ്സ്, ദി അമലക്കൈറ്റ്സ്, ആൻഡ് ഫൈറ്റ് അഗൈൻസ്റ്റ് ദം അൺടിൽ ദേ ആർ കൺസ്യൂംഡ്. വളരെ ക്ലിയർ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ വരുന്ന പാഴ്ച എന്താണെന്നറിയാമോ? ദാവീദിന്റെ കഥയിൽ, ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, നേഥൻ വന്ന് പറഞ്ഞത് തെറ്റ് എന്ന് മനസ്സിലാക്കി ഒരു ആർഗ്യുമെന്റ് ഇല്ല, ഒരു ഡിസ്കഷൻ ഇല്ല. അത് കേട്ട് വളരെ ശ്രദ്ധയോട് കേട്ടിട്ട് അവസാനം പറയുകയാണ്, ഞാൻ പാപം ചെയ്തു. ഒരു എക്സ്പ്ലനേഷനും ഇല്ല അതിന്. അയ്യോ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ അതൊന്നുമല്ല ദാവീദ് പറഞ്ഞത്. ദാവീദ് പറഞ്ഞു, ഐ ഹാവ് സിൻഡ് അഗൈൻസ്റ്റ് ഗോഡ്, ഐ ഹാവ് സിൻഡ് അഗൈൻസ്റ്റ് ഗോഡ്. അതാണ് യാഥാർത്ഥ്യം. അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ല. എന്തിന് അത് ചെയ്തു, എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളതല്ല വിഷയം. അത് ഏറ്റു പറയുന്നത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെ ചോദിക്കുന്നത്, then why did you not obey the voice of the Lord? നീ എന്തുകൊണ്ട് നിന്നെ അയച്ച ആ മിഷനില് പോയ ആ ദൗത്യം എന്തുകൊണ്ട് പൂർത്തീകരിക്കുവാൻ നിനക്ക് സാധിച്ചില്ല? നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക്, എന്തൊരു വാക്കെന്നറിയാമോ? കൊള്ളയ്ക്കെന്നാ പറയുന്നത്. എന്തിനിത് ചെയ്യുന്നു? ശൗലിന്റെ ഉത്തരത്തിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. തെറ്റുകൾ ചെയ്തു കഴിഞ്ഞിട്ടും ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നത് ഒരു ചില വ്യക്തികളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഒരിക്കലും കംപ്ലീറ്റ് തെറ്റ് ഏറ്റെടുക്കത്തില്ല. നമ്മൾ പകുതി വേറെ വല്ലവരുടെ തലയിലിടാൻ നോക്കും, എങ്ങനെങ്കിലും മറ്റുള്ളവരുടെ പേര് മോശമാക്കാൻ നോക്കും. അവിടെ നമ്മുടെ ഹോളിനെസ് ആണ് പോർട്രേ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ശൗല് ശമൂവേലിനോട് പറയുന്നത്. ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ചു, നല്ലതാ അനുസരിച്ചു. പക്ഷെ എന്തുവാ അനുസരിച്ചത്? നീ എത്രമാത്രം അനുസരിച്ചു, എത്രമാത്രം അനുസരിച്ചില്ല? യഹോവ എന്നെ അയച്ച വഴിക്ക് പോയി, അതും അനുസരിച്ചു, വളരെ നല്ലതാ കേട്ടോ. ജസ്റ്റിഫൈ ചെയ്യുക. അമലേക്ക് രാജാവായ ആഗാഗിനെ കൊണ്ടുവന്നു, നിർമൂലമാക്കി കളഞ്ഞു. വാവ്, വണ്ടർഫുൾ. ഈ അനുസരിച്ച കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തിൽ പറയുന്ന 21 ആരാ ചെയ്ത തെറ്റെന്നറിയാമോ? ബട്ട് ദ പീപ്പിൾ ടുക്ക് ഓഫ് ദ പ്ലണ്ടർ. ജനങ്ങളാ ഇത് ചെയ്തതെന്നേ, ഞാനല്ല ഇത് ചെയ്തത്. ഞാൻ ആക്ച്വലി അവരോട് പറഞ്ഞതായിരുന്നു കേട്ടോ. മറ്റുള്ളവരുടെ തോളെ കയറി വെടിവെക്കുന്ന സ്വഭാവമുണ്ട്. ബട്ട് ദ പീപ്പിൾ ടുക്ക് ഓഫ് ദ പ്ലണ്ടർ, ഷീപ്പ് ആൻഡ് ഓക്സൻ. അവനറിയത്തില്ലായിരുന്നോ ആരാ അധികാരത്തിലുള്ളത്, ആരാ റെസ്പോൺസിബിലിറ്റി ഉള്ളത്? ബട്ട് ദ പീപ്പിൾ ടുക്ക് ഓഫ് ദ പ്ലണ്ടർ, ഷീപ്പ് ആൻഡ് ഓക്സൻ, the best of the things which should have been utterly destroyed. ഇത് എനിക്കറിയാമെന്നേ, അത് ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ ജനങ്ങളാ ചെയ്തത്. യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഞാനല്ല ചെയ്തത്, ഈ ജനങ്ങളാ. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമുണ്ടോ? എന്തുവാ നീ കാണിക്കുന്നത്? ഡു യു തിങ്ക് ഗോഡ് ഈസ് ഗോയിങ് ടു ബി ഡിലൈറ്റഡ് ഇൻ ദ ബേൺഡ് ഓഫറിങ്സ്? ഈ കത്തിക്കുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും ഈ കാണിക്കുന്നതെല്ലാം, ഞാൻ പണ്ട് മാഹിംപള്ളി പോയിട്ട് മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. അത് മാഹിംപള്ളി എന്ന് പറഞ്ഞാൽ കാത്തലിക് പള്ളിയാ. എന്തൊരു മണ്ടത്തരമാ! ഇതെല്ലാം കണ്ട് നമ്മൾ സന്തോഷിക്കുക. ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്, ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ദൈവജനങ്ങളെ നമ്മൾ മെഴുകുതിരി കത്തിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ കത്തിക്കണം.
നമ്മുടെ ആഗ്രഹങ്ങളെ കത്തിക്കണം, നമ്മുടെ കുറവുകളെ കത്തിക്കണം, നമ്മുടെ എല്ലാ ബലഹീനതകളെ കത്തിക്കണം. അതെല്ലാം കത്തിച്ച് ചാമ്പലായി അതെല്ലാം കഴിയുമ്പോഴാണ് ഒരു അഗ്നിയായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ കത്തിത്തുടങ്ങുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കത്തിത്തുടങ്ങുന്നത്. ശമൂവേൽ പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ഫോർ റിബെല്യൻ ഈസ് ആസ് ദ സിൻ ഓഫ് വിച്ച് ക്രാഫ്റ്റ്. നമ്മൾ വിചാരിക്കുന്ന വിച്ച് ക്രാഫ്റ്റ് എന്താ? നമ്മൾ വിചാരിക്കുന്നത് വിച്ച് ക്രാഫ്റ്റ് ആരാണ്ട് ഈ കൂടോത്രം ചെയ്യുന്നത് വിച്ച് ക്രാഫ്റ്റ്. പക്ഷെ ദൈവം പറയുന്നത്, മക്കളെ, ഈ കാണിക്കുന്നത് വിച്ച് ക്രാഫ്റ്റാ. ദൈവത്തിനെ അനുസരിക്കാതെ ഡിസൊബീഡിയൻസ് ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു വിച്ച് ക്രാഫ്റ്റ്, ഒരു വിച്ച് കയറി വരികയാണ്, ഭൂതം കയറി വരികയാണ്. ആൻഡ് സ്റ്റബൺനെസ് ഈസ് ആസ് ഇനിക്വിറ്റി ആൻഡ് ഐഡലേറ്ററി. ഒരു ബിംബം വെച്ചിട്ടാണ് നമ്മൾ ഐഡലേറ്ററി പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ സ്ഥാനത്തിന് പകരം വേറെ ഒരു വ്യക്തിക്കോ വേറെ ഒരു കാര്യത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ അത് ഐഡലായി മാറും, അതൊരു വിഗ്രഹമായി മാറുകയാണ്. 24-ാമത്തെ വാക്യത്തിൽ ശൗല് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആകട്ടോ. ഞാൻ ജനത്തെ ഭയപ്പെട്ടു എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂടുതലും പാപങ്ങൾ ചെയ്യുന്നത് എപ്പോഴാണെന്നറിയാം? ജനത്തെ ഭയപ്പെടുമ്പോഴാണ്. പറയേണ്ടത് പറയത്തില്ല, ചെയ്യത്തില്ല, ഭയമാ. ഈ ഭയം പിശാച് കൊണ്ടിരുന്നതാ, ഒരു ജെസബൽ സ്പിരിറ്റാ. അത് നമ്മളെ അങ്ങ് പരാജയപ്പെടുത്തും, നമ്മളെ പാരലൈസ് ചെയ്യിപ്പിക്കും. വി ആർ നോട്ട് ഏബിൾ ടു ഡു എനിത്തിങ്. നമ്മൾക്ക് ഇന്നിച്ച് ചെയ്യുവാൻ തോന്നും, പക്ഷെ എണ്ണിക്കാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് പക്ഷവാതം ബാധിച്ച ഒരു വ്യക്തിയുടെ ജീവിതം. അവന്റെ ഫിസിക്കലി പാരലൈസ്ഡ് ആണെങ്കിൽ ഇവിടെ സ്പിരിച്വൽ പാരലൈസിസ് ഞാൻ പറയുന്നത്. ഐ ഫിയർഡ് ദ പീപ്പിൾ ആൻഡ് ഒബേഡ് ദെയർ വോയിസ്. പാപം എങ്കിലും എൻ്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരേണമേ എന്ന് പറഞ്ഞു. നല്ല ബ്യൂട്ടിഫുൾ ആകട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നല്ലതാകട്ടോ. പക്ഷേ ശൗൽ അനുദപിക്കുന്നു കേട്ടോ. ശൗല് കണ്ടോ, പാപം ചെയ്തവന് മനസ്സിലാകുന്നുണ്ട്. ശൗലിന് മനസ്സിലായി കേട്ടോ. പക്ഷേ ദാവീദിന്റെ മാനസാന്തരമുള്ള അനുതാപമായിരുന്നുവെങ്കിൽ ശൗലിന്റെ മാനസാന്തരമില്ലാത്ത അനുതാപമായിരുന്നു. ശൗലിന് മാനസാന്തരമില്ലാത്ത അനുതാപമായിരുന്നു. ശമൂവേല് ശൗലിനോട്, ഞാൻ പോരുകയില്ല, നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശമൂവേലിന്റെ കൂടെ ശൗല് ആരാധിക്കുകയാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ശൗല് ശരിക്കും അനുതപിച്ചോ? ശൗല് ശരിക്കും അനുതപിച്ചില്ല. അവന്റെ വാക്കുകളാൽ അവൻ അനുതപിച്ചു. 24-ാമത്തെ വാക്യം, ഞാൻ ജനത്തെ ഭയപ്പെട്ടു. അവൻ ഏറ്റുപറയുകയാണ്, അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. ശൗൽ അത് അനുതപിക്കുകയാണ് ഇവിടെ. I have sinned, for I have transgressed the commandment of the Lord and your words, because I feared the people and obeyed their voice. അവൻ ഏറ്റുപറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, പാപം ഏറ്റു പറഞ്ഞു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം എന്താണ്? ദുഃഖവെള്ളിയാഴ്ച ഞാൻ പാടിയിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ചപ്പോഴും കോളേജിൽ പഠിച്ചപ്പോഴും പാടിയിട്ടുണ്ട്. പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാൻ ഇനി. ഒരു ഏറ്റുപറച്ചില്ല. ഞാൻ പോകത്തില്ല, ഞാൻ പാപത്തെ സ്നേഹിക്കാൻ പോകത്തില്ല. ക്രൂശിന്മേൽ കാണുന്ന ദൈവത്തെ നോക്കി ഞാൻ അങ്ങോട്ട് കണ്ണുനീരോടെ പാടുകയാ. പക്ഷെ അത് ഇമോഷണലാ, അതൊരു കോൺഷ്യസ് ഡെസിഷൻ അല്ല. പക്ഷേ ഞാൻ 1989 എൻ്റെ ജീവിതം യേശുവിന് കൊടുത്തു കഴിഞ്ഞ്, അതാണ് ശരിക്കുള്ള ഒരു മാനസാന്തരത്തിന്റെ അനുഭവം. ഞാൻ ഏറ്റുപറഞ്ഞു, ദൈവമേ, ഞാൻ പാപിയാണ്, ഞാൻ കള്ളുകുടിക്കുമായിരുന്നു, എൻ്റെ ദൈവമേ എനിക്ക് ശക്തി തരണമേ. അത് നിർത്തി എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. പിന്നെയും ഞാൻ കൺഫസ് ചെയ്യുകയാണ്, ദൈവമേ, കള്ളുകുടിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ തെറ്റ് ചെയ്തു പോയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കുപ്പി എടുക്കുന്നത് തെറ്റാ. നമ്മുടെ ദൈവം ശക്തി തരുന്ന ദൈവമാ. സങ്കീർത്തനത്തിന്റെ 40 പറയുന്നത്, എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്ന ദൈവം, എന്നെ ഒരു സുസ്ഥിരമായ പാറമേൽ നിർത്തിയ ദൈവം, എന്നെ അനുഗ്രഹിച്ച ദൈവത്തെ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥം തന്ന ദൈവമേ, ഞാൻ ഇനി മേൽ ഈ പാപത്തെ നോക്കി പോകത്തില്ല, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ കാണും. രണ്ടുപേരും അനുതപിച്ചു കഴിഞ്ഞുള്ള സ്റ്റോറി നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ദാവീദ് പാപം ചെയ്തില്ല എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ വീണെടുത്ത് ഉരുളുന്നത് തെറ്റാ. വീഴുന്നതല്ല പ്രശ്നം, വീണെടുത്തിരുന്ന് ഉരുളുക. ചിലവര് ഉരുണ്ടോണ്ടിരിക്കുക, നല്ലപോലെ ചമയുകയാണ്, പ്രിറ്റൻഡ് ചെയ്യുകയാണ്, ആക്ടിങ് ചെയ്യുക. ഹിപ്പോക്രിറ്റ്സാ. ഹിപ്പോക്രിറ്റിന്റെ ശരിക്കുള്ള അർത്ഥം ആക്ടിങ്, പ്രിറ്റൻഡിങ്. നമ്മളല്ലാത്തത് അഭിനയിക്കുകയാണ്. അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് ഹിപ്പോക്രിറ്റ്. അതുപോലെ തന്നെയാണ് പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹോളി മനുഷ്യനാ,
ഞാനൊരു നല്ല മനുഷ്യനാ, എനിക്ക് വേദപുസ്തകം നല്ലപോലെ അറിയുന്നതാ, അല്ലെങ്കിൽ ഞാൻ നല്ലപോലെ പാടുന്ന വ്യക്തിയാ. നമ്മുടെ പാപം വായിക്കുന്ന ദൈവം മുമ്പാകെ നമ്മുടെ പാപം ക്ലിയറായിട്ട് എക്സ്റേ മെഷീനിൽ കൂടെ നമ്മുടെ പെട്ടി പോകുന്ന പോലെ, നമ്മുടെ ശരീരം പോകുമ്പോൾ എക്സ്റേ ഫിലിം എടുക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ പാപത്തിൻ്റെ ഫിലിം എടുക്കുന്നത്. അതിൻ്റെ വീഡിയോ ദൈവത്തിൻ്റെ അടുത്തുണ്ട്, അതിൻ്റെ ഫിലിംസ് ദൈവത്തിൻ്റെ അടുത്തുണ്ട്. മനുഷ്യരാരും ശേഖരിക്കാത്ത ഈ ഫിലിംസും ഈ വീഡിയോസും പറഞ്ഞ വാക്കുകളും ചെയ്ത കാര്യങ്ങളും എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മളെ കാണിക്കുന്ന ഒരു ദിവസമുണ്ട്. ശൗല് ഇത് കഴിഞ്ഞ് ശൗലിന് ദൈവമായിട്ടുള്ളതായ കണക്ഷൻ അങ്ങോട്ട് പോയി. അവന് ഇടയ്ക്കിടയ്ക്ക് ഡിപ്രസിങ് സ്പിരിറ്റൊക്കെ വരുമായിരുന്നു. അവൻ ഈ ദാവീദിനെ തന്നെ വിളിക്കുമായിരുന്നു. എപ്പോൾ പ്രയാസം വന്നാലും ഒന്ന് വിളിക്കുക ദാവീദിനെ. അന്ന് ഫോണൊന്നും ഇല്ലായിരുന്നു. ദാവീദിനെ വിളിപ്പിക്കും, ദാവീദ് വന്ന് കിന്നരം വായിക്കും. ഒരു ഭയങ്കര സ്വസ്ഥത തോന്നും. ഒരു അനുഗ്രഹം അനുഭവിച്ചത് ശൗല കേട്ടോ. ദാവീദ് അന്ന് രാജാവല്ലായിരുന്നു. പക്ഷേ 17-ാമത്തെ അധ്യായത്തിലെ ദാവീദ് ഗൊലിയാത്തിനെയൊക്കെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദാവീദ് ഒരു നല്ല മനുഷ്യനാണല്ലോ എന്ന് പറഞ്ഞു ഒന്ന് പൊക്കിപ്പിടിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അവർ ശൗലിന് ഒരു കുശുമ്പൊക്കെ കയറി. ഞാൻ പറയട്ടെ, പാപം ചെയ്ത ഒരു മനുഷ്യൻ, അനുതപിച്ച മനുഷ്യൻ, മാനസാന്തരപ്പെട്ട മനുഷ്യന് കുശുമ്പിനൊരു സ്ഥാനമില്ല. ഒരു കുശുമ്പിനും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു കുശുമ്പിനും മരുന്നുണ്ട്. അതെന്റെ കർത്താവായ യേശു ക്രിസ്തു വന്നു കഴിയുമ്പോൾ നമ്മുടെ അകത്തുള്ള കുശുമ്പ് മാറും. മറ്റുള്ളവരൊരു നല്ല സാരി ഇട്ടാൽ അതിന് കുശുമ്പ് തോന്നാൻ പാടില്ല. മറ്റുള്ളവർക്ക് ഹൈറ്റ് ഉണ്ടെങ്കിൽ കുശുമ്പ് തോന്നാൻ പാടില്ല. മറ്റുള്ളവരൊരു നല്ല വാഹനം മേടിച്ച കുശുമ്പ് തോന്നേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ വലിയൊരു വീട് മേടിച്ച കുശുമ്പ് തോന്നേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഇതെല്ലാം വരുന്നതിന്റെ കാരണം നമുക്ക് ദൈവവുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഇന്നും റിസ്റ്റോർ ചെയ്തിട്ടില്ല. നമ്മളെ അനുദപിച്ചിട്ടുണ്ട്, പക്ഷെ പരിപൂർണ മാനസാന്തരമില്ല. ഈ ദിവസം നമുക്കൊന്ന് മാനസാന്തരപ്പെടാമോ? തെറ്റുകൾ ഏറ്റുപറഞ്ഞ് വാസ്തവത്തിൽ ഇതിൽ നിന്ന് ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇന്നു മുതൽ മാറുന്നു എന്ന് ഏറ്റുപറയണം. കുറ്റം പറച്ചില് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറണം. അതിന് മരുന്നുണ്ട്, അത് യേശുവിൻ്റെ രക്തമാണ്. നമ്മുടെ അധരങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വാക്കുകൾ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ശൗലിന് കിട്ടിയ അനുഗ്രഹം, ദാവീദിന്റെ അഭിഷേകം മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ശൗലിന്റെ ആദ്യത്തെ പരാജയം. മറ്റുള്ളവരുടെ അഭിഷേകം കണ്ട് കുശുമ്പ് തോന്നുന്നത് തെറ്റാ. ഒരു ദേവദാസനെ കണ്ടിട്ട് കുശുമ്പ് തോന്നുന്നത് തെറ്റാ. അവർ നമ്മളെക്കാളും നല്ലപോലെ പ്രസംഗിച്ച കുശുമ്പ് തോന്നുന്നത് തെറ്റാ. നമ്മളും പ്രാർത്ഥിക്കണം, നമ്മളും വചനം വായിക്കണം, നമ്മളും നല്ലപോലെ പ്രസംഗിക്കാൻ നോക്കണം. നമ്മളും നമ്മുടെ ദൈവത്തോട് ചോദിക്കണം, എനിക്കും വെളിപ്പാട് തരണമേ എന്ന്. ശൗലിന് വന്ന പരാജയങ്ങൾ ഇതാണ്. ദാവീദിന്റെ പുറകെ ദാവീദിന്റെ ജീവനെ എടുക്കുവാൻ തുനിഞ്ഞുകൊണ്ടിരിക്കുന്ന ശൗലിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു ഫേസ് ഓഫ് ലൈഫാ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. അനുദപിച്ചുവെങ്കിലും ശരിക്കും മാനസാന്തരപ്പെടാത്ത വ്യക്തി. എവിടെ ഈ ശൗൽ അവസാനിക്കുന്നെന്നറിയാമോ? അവസാന ഘട്ടത്തിൽ ശൗല് വിളിച്ചതാരെയാ? വെളിച്ചപ്പാടത്തി. ശൗലിന് അറിയാമായിരുന്നു വെളിച്ചപ്പാടത്തിയെ വിളിക്കാൻ പാടില്ലെന്ന് 100% അറിയാമായിരുന്നു. എന്താന്ന് വെച്ചാൽ 1 ശമൂവേലിന്റെ 28 നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും, ശൗല് വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ശൗലിനറിയാം ഇവരാരും വേണ്ടാന്ന്. പക്ഷേ ഫിലിസ്ത്യർ വന്ന് അവിടെ പ്രശ്നമുണ്ടാക്കിയപ്പം ശൗലിനൊരു ഭയം വന്നു. ഭയത്തിൽ പ്രതികരിച്ചത് തെറ്റായിരുന്നു. അവൻ ആശ്രയിച്ചത് ദൈവത്തിലല്ലായിരുന്നു. അവൻ ആശ്രയിച്ചത് ഒരു വെളിച്ചപ്പാടത്തിയിലായിരുന്നു. അവൻ മരിച്ചുപോയ ആ പ്രവാചകനെ വിളിച്ചു വരുത്തുവാൻ നോക്കി. വചനം അറിയുന്ന വ്യക്തിയായിരുന്നു. അവനറിയാം ഒരു വ്യക്തിയും മരിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് കണക്ട് ചെയ്യുവാൻ പാടില്ല. ഏതു വിധത്തിലും അത് പാപമാണ്, അത് ദൈവം ക്ഷമിക്കാത്ത തെറ്റാണെന്ന്. എങ്കിലും ശൗല് അത് ഓപ്റ്റ് ചെയ്തു. എവിടെല്ലാം ആ ശൗല് യാത്ര ചെയ്തത്? എവിടെയായിരുന്നു ശൗല്? ഒരു ദിവസം ശൗല് മാനസാന്തരപ്പെട്ടു എന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ ആ ശരിക്കുള്ള മാനസാന്തരം അല്ലാത്തതുകൊണ്ട് അവൻ ചെയ്തതെല്ലാം ഈവിൾ സ്പിരിറ്റ് ലെഡ് ആയിരുന്നു. ഡീമൺസ് മോട്ടിവേറ്റ് ചെയ്ത കാര്യങ്ങളായിരുന്നു. അതേ സമയത്ത് ദാവീദ് പാപം ചെയ്തു. അവൻ അനുദപിച്ചു, അവൻ മാനസാന്തരപ്പെട്ടു. അവൻ ദൈവത്തോട് പറഞ്ഞു, ഐ എം സോറി ഫോർ ദ തിങ്സ് ഐ മേഡ് ഇറ്റ്, ഐ എം സോറി. സങ്കീർത്തനം 51 വായിക്കുമ്പോൾ ദാവീദ് പറയുന്ന, എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു,
എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിന്നോട് നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. അത് സ്വന്തമായി ഏറ്റെടുക്കുക. ശൗല് പറഞ്ഞത് മറ്റുള്ളവർ ഇത് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തെക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. ഐ നീഡ് ടു ബി ക്ലെൻസ്ഡ്, ഓ ഗോഡ്. അകൃത്യങ്ങളെ ഒക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. സ്ഥിരമായൊരു ആത്മാവ്. എന്താ സ്ഥിരമായൊരു ആത്മാവ്? ഈ സ്ഥിരമായ ആത്മാവില്ലെങ്കിൽ, നമ്മൾ അനുതപിച്ചാലും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. സ്ഥിരമായൊരു ആത്മാവിനെ തരണമെങ്കിൽ യാക്കോബിന്റെ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ കാണാം ഡബിൾ മൈൻഡഡ് മാൻ. യാക്കോബിന്റെ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിൽ കാണാം ഡബിൾ മൈൻഡഡ്. ആരായി ഡബിൾ മൈൻഡഡ്? ഡബിൾ മൈൻഡഡ് വ്യക്തിയാണ് സ്ഥിരമില്ലാത്ത വ്യക്തി, അസ്ഥിരമായ വ്യക്തി. ഒരു ഡബിൾ മൈൻഡഡ് മനുഷ്യൻ, എന്ത് ചെയ്യണമെന്നൊരു സ്ഥിരതയില്ലാത്ത മനുഷ്യൻ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കയുമരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. എന്ത് ബ്യൂട്ടിഫുൾ സാമാണ് ഈ സങ്കീർത്തനക്കാരൻ ദാവീദ് എഴുതിയത്. ഒരു അനുതാപം വചനത്തിലുണ്ട്. ഡേവിഡ് ഈസ് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. എന്താണ് ഈ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്ന് പറയുമ്പോൾ, ക്ലോസ് ചെയ്യുമ്പോൾ പറയാം. ഈ തെറ്റുകൾ നമ്മൾ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെ, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് പോലെ, വൈകുന്നേരം ആഹാരം കഴിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനാലിസിസ് ഉണ്ടായിരിക്കണം. ഒരു കണക്ഷൻ ദൈവമായിട്ടുള്ളപ്പോൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പൗലോസ് പറയുന്നു, പ്രേ വിത്തൗട്ട് സീസിങ്. പ്രേ വിത്തൗട്ട് സീസിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലുള്ള വ്യക്തി, ബൈബിളിൽ പറയുന്ന നോ ഹാം വിൽ ബിഫോർ മീ, നോ ഡിസാസ്റ്റർ വിൽ കം നിയർ ടു ഹിസ് ടെന്റ്. ഇന്ന് നമ്മളോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനുതപിക്കുന്നത് നല്ലതാണ്. ഇന്ന് മുതൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ദൈവമേ, ഞാൻ അനുതപിക്കുന്നു, പക്ഷേ എനിക്കൊരു മാനസാന്തരം വേണം. ഞാൻ ഒരു കാലത്ത് സ്നാനമെടുത്തിട്ടുണ്ട്, പക്ഷേ അതൊരു ഹിസ്റ്ററിയാ ദൈവമേ. ഞാൻ പണ്ട് പാടിയിട്ടുള്ള പാട്ടാ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഇത് നമ്മൾ ശരിക്കും ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ നല്ല നല്ല പാട്ടൊക്കെ പാടും കേട്ടോ. വന്ന വഴികൾ ഓർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. ആ പാട്ടുകളൊക്കെ നല്ല വരികളുള്ള പാട്ടുകളാ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി, തളർന്നൊരു നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. ആ തവ കരങ്ങൾ ആശ്വാസമായി. ഹല്ലേലൂയ. ഓടി മറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ആ കാരുണ്യം ഓർക്കുമ്പോൾ ഓരോ ജീവിത നിമിഷങ്ങൾ എല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഓതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെവികളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പോയിട്ട് പറയാൻ പറ്റുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ. എന്തുവാ ദൈവം നമുക്ക് നൽകിയത്? എന്തുവാന്നറിയാമോ? ഒരു ഹൃദയം. ആ ഹൃദയം നമുക്ക് തന്നത് അനുതപിക്കാനും മാനസാന്തരപ്പെടുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും. യെശയ്യാ പ്രവാചകന്റെ 59-ാമത്തെ അധ്യായത്തിലെ പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്, surely his arm is not too short to save. അവന്റെ കരങ്ങൾ ചെറുതല്ലെന്നേ. എവിടെ വേണമെങ്കിലും എത്തുന്ന കരങ്ങളാ, ഭയങ്കര വലിയ കരങ്ങളാ. പിന്നെന്താ പ്രശ്നം? അതിൽ പറയുന്നുണ്ട്, നിന്റെ അകൃത്യങ്ങൾ, നിന്റെ പാപങ്ങൾ ഒരു ബാരിയർ കൊണ്ടുവന്നു, ഒരു ഗ്യാപ്പ് കൊണ്ടുവന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു സ്ഥലത്തും പാപമുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പുണ്ട്.
ആ ഗ്യാപ്പ് എടുത്ത് മാറ്റണമെങ്കിൽ ആ ഗ്യാപ്പിൽ യേശുവിൻ്റെ രക്തമൊന്ന് തെളിക്കണം. ആ പാപം ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. കർത്താവേ, ഞങ്ങൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട്, അറിയാമെങ്കിലും നമ്മളത് ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവമേ, ഒന്ന് മാറ്റിത്തരാമോ? ഒന്ന് സഹായിക്കാമോ ദൈവമേ? നിന്റെ ശക്തിയിൽ ആശ്രയിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കൃപയിൽ ആശ്രയിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ.